ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ ഫാമിലി ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ പങ്കുവയ്ക്കുന്നത്. UAE സെറ്റിലായിട്ട് 9 വർഷത്തോളമായിട്ടും ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള ട്രിപ്പുകളായിരുന്നു. എപ്പോഴും കുട്ടികൾക്ക് പ്രിയോറിറ്റി കൊടുക്കുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങളുടെ. അപ്പോൾ അവരുടെ കംഫർട്ടബിലിറ്റി, അവർ കുഞ്ഞാണ്, അവരുടെ ഫുഡ്, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ മാറ്റി വെച്ചൊരു ട്രിപ്പാണ് കേട്ടോ ഇത്. ഷാർജയിലേക്കായിരുന്നു ട്രിപ്പ്. അവിടെ എത്തിയപ്പോഴേക്കും നല്ല വിശപ്പായതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തു. എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത റെസ്റ്റോറൻ്റാണ് കേട്ടോ കീർത്തി റെസ്റ്റോറൻറ്റ്, ഷാർജയിൽ അബുഷഗരയിലാണിത്. നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഫുഡിനൊക്കെ ഓർഡർ കൊടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് അവിടുത്തെ ഇൻറ്റീരിയർ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയിലായിരുന്നു അവിടെ ഇൻറ്റീരിയർ ചെയ്തിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ വന്നു. മോള് പൊറോട്ടയും ചിക്കനും ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. ഞാൻ ചട്ടിച്ചോറാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്യാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത്. പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലതായിരുന്നു. ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ റെസ്റ്റോറൻറ്റിലെ ഫുഡ് ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ 3 നേരവും അവിടെ നിന്ന് തന്നെയായിരുന്നു ഫുഡ് കഴിച്ചിരുന്നത്. ലഞ്ച്, പിന്നെ ഡിന്നർ, പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും അവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന റിസോർട്ടിലെത്തി. മാർബെല്ല ഷാർജ റിസോർട്ടിലാണ് ഞങ്ങൾ പോയത്. കാരണം അവിടുത്തെ അക്വേറിയം ആയിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല കസ്റ്റമർ കെയർ ആയിരുന്നു. അവർ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്ന് ഞങ്ങളെ സ്വീകരിച്ചു. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ റിസോർട്ട് എന്ന് പറയുന്നത് ഓരോ ഹട്ടുകളായിട്ടായിരുന്നു. ഓരോ ഫാമിലിക്ക് ഓരോ ഹട്ട്, ഒരു വില്ല, ഒരു കോട്ടേജ് പോലെ. അപ്പം നമുക്ക് ഭയങ്കര പ്രൈവസി ആയിരുന്നു അവിടെ ഫീൽ ചെയ്തത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു അറ്റ്മോസ്ഫിയർ. ഇതിപ്പോൾ ഷാർജയിലാണോ ദുബായിലാണോ എന്ന് നമുക്ക് ഡൗട്ട് തോന്നും. അത്രയും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. എന്നാൽ ഇത് സിറ്റിയുടെ സെൻറ്ററിൽ തന്നെയാണ്. പക്ഷെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള, വളരെ ബിസി ലൈഫിൽ നിന്ന് ചെല്ലുമ്പോൾ നമുക്ക് സ്ട്രെസ് റിലീഫായിട്ട് ഫീൽ ചെയ്യും ശരിക്കും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വളരെ വേറൊരു റെസ്റ്റോറൻ്റ് അല്ല, കോട്ടേജ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ കോട്ടേജിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളുടെ കോട്ടേജിനോട് ചേർന്ന് തന്നെ നമുക്ക് പാർക്കിങ്ങും ഉണ്ട് കേട്ടോ. നമ്മളുടെ വീടിൻ്റെ തൊട്ട് മുന്നിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന പോലെ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി റൂമും കാര്യങ്ങളൊക്കെ. അവരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ, ഞങ്ങൾ ഈ ട്രിപ്പ് പോകാൻ തന്നെ കാരണം സ്വിമ്മിംഗ് പൂളായിരുന്നു. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് സ്വിമ്മിംഗ് പൂള്. മോള് നേരത്തെ പോയിട്ടുള്ളതുകൊണ്ട് അവൾ ഓക്കെ ആയിരുന്നു. പക്ഷെ മോന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ അതിലൊന്ന് ഇറക്കാനായിട്ട് ഞങ്ങൾ ഇച്ചിരി പാടുപെട്ടു. അവൻ്റെ പേടി മാറ്റവും വേണമല്ലോ. അങ്ങനെ പയ്യെ അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കുറച്ച് നേരം വെള്ളത്തിൽ നിർത്തി സൂചേട്ടനൊക്കെ കൂടെ നിന്ന് കുറേ നേരം സ്വിമ്മിംഗ് പൂളിൽ കളിച്ചു കേട്ടോ. ഒരു 9 o'clock വരെ ഞങ്ങളവിടെ കളിച്ചു. പിന്നെ പുറത്തൊന്ന് കറങ്ങാൻ പോയി. തിരിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യണമായിരുന്നു കേട്ടോ, ഔട്ട് സൈഡ് ഓർഡർ ചെയ്യണമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് പിന്നെയും രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പിറ്റേ ദിവസം രാവിലെ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കളിച്ചു. ഞാൻ പറഞ്ഞില്ലേ പാർക്കിംഗ് ഉണ്ടെന്ന്, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്ത പോലെ. അപ്പോൾ അവിടുത്തെ കളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീണ്ടും ഞങ്ങൾ രാവിലെ റൂമിൽ വന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും റൂമിലേക്ക് കയറി പോകുന്നതാണ് ഈ കാണുന്നത്. ഭയങ്കര ചൂടാണ് കേട്ടോ ഔട്ട് സൈഡ്. ഒരു 9 o'clock ഒക്കെയാണ് ഇത് ടൈം. പക്ഷേ ഉച്ചയായ പ്രതീതിയാണ്. ഭയങ്കര ചൂടാണ്. മോൾക്ക് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വരാൻ വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ബെഡൊക്കെ അത്ര കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ആഫ്റ്റർനൂൺ ഒരു 12 o'clock കൂടി അവിടെ നിന്ന് തിരിച്ച് വന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിച്ച് നേരെ അലയിലേക്ക് തിരിച്ചു. ഒരുപാട് സ്ട്രെസ് റിലീഫായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. കുട്ടികളും ഞങ്ങളും ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്തു. ഇനിയും ഇങ്ങനെ ഒരു ട്രിപ്പൊക്കെ പോകണം എന്നാണ് ആഗ്രഹം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ ബൈ.